ഓം ശ്രീ ആഞ്ജനേയ നമ. MS V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയില് കേമദ്രുമ യോഗത്തെക്കുറിച്ചും അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചും ഇതിന്റെ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കേമദ്രുമ യോഗം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു നെഗറ്റീവായിട്ടുള്ള വളരെ ദോഷം ചെയ്യുന്ന ഒരു യോഗസ്ഥിതിയാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത്. അതായത് കേമദ്രുമം എന്ന് ഉദ്ദേശിച്ചത് വളരെ നല്ല ഭാവവും, അതുപോലെ ദ്രുമം എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു നല്ലതിനെ നെഗറ്റീവ് ആക്കുന്ന യോഗം. അതാണ് കേമദ്രുമം. കേമത്തിനെ ദ്രുമം ചെയ്യുന്ന യോഗമാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത്. അപ്പം ജാതകത്തില് ചന്ദ്രൻ നിൽക്കുന്ന രാശി, ഈ രാശിയുടെ മുൻപിലത്തെ രാശിയിലും അതുപോലെ പുറകിലത്തെ രാശിയിലും, അതായത് ചന്ദ്രന്റെ 2ാം ഭാവത്തിലും 12ാം ഭാവത്തിലും യാതൊരു ഗ്രഹസ്ഥിതികളും ഇല്ലാതെ നിന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അത് വളരെ നെഗറ്റീവായിട്ടുള്ള ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ജാതകന്. ആ ഒരു അവസ്ഥയാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത്. അപ്പം ചന്ദ്രന്റെ 2ാം ഭാവത്തിലും 12ാം ഭാവത്തിലും യാതൊരു ഗ്രഹസ്ഥിതികളും ഇല്ലാതെ നിന്നു കഴിഞ്ഞാൽ അതിന് കേമദ്രുമ യോഗം എന്ന് പറയുന്നു. പക്ഷേ അല്ലാതെയുള്ള ചില യോഗങ്ങളുണ്ട് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി. അതായത് ചന്ദ്രന്റെ മുൻപിൽ മാത്രം ഒരു ഗ്രഹം നിന്നു കഴിഞ്ഞാൽ അതിന് സുനഭായോഗം എന്ന് പറയുന്നു. ചന്ദ്രന്റെ പുറകിൽ മാത്രം, അതായത് 12ാം ഭാവത്തിൽ മാത്രം ഒരു ഗ്രഹം നിന്നു കഴിഞ്ഞാൽ അനഭായോഗം എന്നും, ചന്ദ്രന്റെ മുൻപിലും പുറകിലുമായി ഓരോ ഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞാൽ അതിന് ദുർദുരായോഗം എന്നും പറയുന്നു. ഈ 3 യോഗങ്ങൾ വളരെ നല്ല യോഗമാണ്. പക്ഷേ കേമദ്രുമ യോഗം അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു യോഗമാണ് കേമദ്രുമ യോഗം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യം, അതായത് ധനപരമായിട്ടുള്ള തകർച്ച ഉണ്ടാകാനുള്ള സാധ്യത ജാതകനേറെയാണ്. അത് മാത്രമല്ല, ദാരിദ്ര്യം മാത്രമല്ല, മനസമാധാനം ഇല്ലാത്ത ഒരവസ്ഥ, അതുപോലെ തന്നെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്. അതുപോലെ എത്ര ധനികനാണെന്ന് പറഞ്ഞാലും, ഇപ്പം രാജാവാണെന്ന് പറഞ്ഞാൽ പോലും യാചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് ഈ ഒരു കേമദ്രുമ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എപ്പോഴും ആശങ്ക, അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, എപ്പോഴും മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു കേമദ്രുമ യോഗം കൊണ്ട്, ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പം ഈ ഒരു യോഗസ്ഥിതി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് വഴക്കിടാനുള്ള ടെൻഡൻസികൾ, സ്നേഹക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഈ ഒരു കേമദ്രുമ യോഗം ഉണ്ടെങ്കിൽ ഏറെയാണ്. ഇതൊക്കെയാണ് ഈ ഒരു യോഗത്തിന്റെ ദോഷവശങ്ങൾ. അപ്പം കേമദ്രുമ യോഗ ഭംഗത്തെ കുറിച്ചാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. കേമദ്രുമ യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ പോലും ചില ഗ്രഹസ്ഥിതികൾക്ക് ഈ ഒരു യോഗത്തെ ഭംഗിക്കാൻ, ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ജാതകത്തില് എപ്പോഴും ലഗ്നാലും ചന്ദ്രാലുമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നത്. അതായത് ഇപ്പം ലഗ്നാൽ അതുപോലെ തന്നെ ചന്ദ്രാൽ കേന്ദ്രഭാവങ്ങൾ ഉദ്ദേശിച്ചത് 1, 4, 7, 10 ഭാവങ്ങൾ. ഈ രാശികളിൽ ചന്ദ്രാലും അതുപോലെ ലഗ്നാലും ഈ ഭാവങ്ങളിൽ എവിടെയെങ്കിലും ശുഭഗ്രഹങ്ങളായ ബുധനോ ഗുരു അഥവാ വ്യാഴവോ ശുക്രനോ നിൽക്കുകയാണെങ്കിൽ കേമദ്രുമ യോഗ ഭംഗം സംഭവിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ കേന്ദ്രഭാവങ്ങളിൽ എവിടെയെങ്കിലും ശനിയോ ചൊവ്വയോ നിന്നാൽ പോലും ഈ ഒരു യോഗം ഭംഗിക്കുന്നതാണ്. പക്ഷെ ശനിയോ ചൊവ്വയോ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രന് ഈ ശനിയുടെയും ചൊവ്വയുടെയും ആ ഒരു സ്വഭാവ ഗുണം കിട്ടുന്നതാണ്. അപ്പം അതാണ് ഈ ഒരു യോഗഭംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് രവി നിന്നാൽ പോലും ഈ യോഗഭംഗം സാധിക്കുന്നതല്ല. അപ്പം ശുഭഗ്രഹങ്ങൾ കേന്ദ്രഭാവങ്ങളിൽ എവിടെയെങ്കിലും നല്ല രീതിയിൽ നെഗറ്റീവ് അല്ലാത്ത രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ യോഗത്തിന് ഭംഗം സംഭവിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ യോഗപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ജാതകന്
അങ്ങനെ ഫേസ് ചെയ്യുന്നതല്ല. ഇതാണ് കേമദ്രുമ യോഗ ഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേന്ദ്രഭാവങ്ങളിലുള്ള ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭംഗം സംഭവിക്കുന്നത്. അടുത്തതായി ഈ യോഗത്തിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കേമദ്രുമ യോഗത്തിന് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം എങ്ങും പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഒരു 60-65% വരെ ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചു പോകാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കേമദ്രുമ യോഗം, ഈ ഒരു ദോഷാസ്ഥിതി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം പൂർണ്ണചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചന്ദ്ര മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതായത് രതിശങ്ക തുഷാരാഭാം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമ കുടഭൂഷണം, ഈ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ പൗർണമി ദിവസവും പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും 3 തവണ ഈ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തില് യഥാശക്തി വഴിപാട് സമർപ്പിക്കാം. ദേവി പ്രീതിക്കായി അർച്ചന നടത്താം. അങ്ങനെയുള്ള ദേവി പ്രീതി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ദോഷസ്ഥിതികളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശിവപഞ്ചാക്ഷരം ദിവസവും 108 തവണ ജപിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഈ കേമദ്രുമ യോഗസ്ഥിതി ഉള്ളവർ ദിവസവും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമവും ദിവസവും ജപിക്കുന്നത് വളരെ ഉചിതമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ദോഷസ്ഥിതിയിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഉമാമഹേശ്വര പൂജയും അതല്ലെങ്കിൽ ഉമാമഹേശ്വര അർച്ചനയോ നടത്തുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ദാമ്പത്യപരമായിട്ടുള്ള ഐക്യം വീണ്ടെടുക്കാനും സഹായകരമാകുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. കേമദ്രുമ യോഗം, അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, അതിന്റെ ചെയ്യേണ്ട പരിഹാരങ്ങൾ, പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ വീക്ഷണം, അങ്ങനെ എന്തെങ്കിലും ദോഷം കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് ഞാൻ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള ഓൺലൈൻ കൺസൾട്ടിങ്ങിന് താല്പര്യം അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കബഡി പ്രശ്നത്തിലൂടെ എന്തെങ്കിലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പരിഹാരം ചെയ്യുന്നതിനും അങ്ങനെ ഓൺലൈൻ വഴി അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്റെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.